Origitech Diaries എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് Corsairന്റെ Vengeance എന്ന് പറയുന്ന മോഡലിലുള്ള 16GB DDR4 കാറ്റഗറി RAM ആണ്. ഓവറോൾ ഈ റാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈ പെർഫോമൻസ് സിസ്റ്റങ്ങളിൽ ആഡ് ചെയ്യാൻ പറ്റിയ RAM ആണിത്. പ്രത്യേകിച്ച് DDR4 കാറ്റഗറി വരുന്ന എല്ലാ മദർ ബോർഡിലും നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. കോമ്പാറ്റബിൾ ആയിട്ടുള്ള എല്ലാ മദർ ബോർഡുകളുടെയും ചിപ്സെറ്റുകളുടെയും ലിസ്റ്റ് വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 3200 MHz ആണ് ഇതിൻ്റെ സ്പീഡ്. പല സൈസിലും സ്പീഡിലും ഇതേ മോഡൽ റാം അവൈലബിൾ ആണ്. ഒരു പ്ലാസ്റ്റിക് കവറിങ്ങും അതേപോലെ തന്നെ ഇതിൻ്റെ സേഫ്റ്റി ഇൻഫർമേഷൻ്റെ ഒരു കവറുമാണ്, ഒരു പേജുമാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാടുണ്ട് വായിക്കാൻ, അതുകൊണ്ട് നമ്മളത് വായിക്കുന്നില്ല. റാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊരു ഹീറ്റ് സ്പ്രെഡർ കാണാൻ പറ്റുന്നുണ്ട്. ബ്ലാക്ക് കളർ ഹീറ്റ് സ്പ്രെഡറാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബോഡി കണ്ടിട്ട് ഇത് അലുമിനിയം മെയ്ഡായിട്ടാണ് തോന്നുന്നത്. റാമിൻ്റെ ഹീറ്റ് സ്പ്രെഡർ അലുമിനിയം മെയ്ഡാണെങ്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹീറ്റ് അധികം ആവാതെ എല്ലാ ഏരിയയിലേക്കും കവർ ചെയ്ത് പോകും. പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമുക്കൊന്ന് പുറത്തെടുത്ത് നോക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഡിസൈനാണ്. ഓവറായിട്ട് അതിൻ്റെ ഹീറ്റ് സ്പ്രെഡർ വൈഡ് അല്ല, നോർമൽ സൈസിലാണ് നമുക്കതുള്ളത്. അതുകൊണ്ട് കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസ് തന്നെയാണ്. ഇത് പല കളറിൽ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ക്യാബിനറ്റിൻ്റെ അല്ലെങ്കിൽ മദർ ബോർഡിന് ചേർന്ന കളർ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക് കളറാണ്. നമുക്ക് വേണ്ട കളറെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ റാമിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ നമ്മളെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. ഈ റാം ഉപയോഗിച്ച് PC ബിൽഡ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്.